السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, മറ്റ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, സഹപാഠികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ മുഴുവനും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിനൊരു പാഠമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപ്രകാരം സൂറത്തുൻ നസ്റിലും ഈ പാഠങ്ങൾ ധാരാളമായി കാണാവുന്നതാണ്. സൂറത്തുൻ നസ്റിലേക്ക് തുടങ്ങുമ്പോൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഓ നബിയെ, അല്ലാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള സഹായവും ഫത്ഹ് മക്കയും എത്തിയാൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ധാരാളം ആളുകൾ ഘട്ടം ഘട്ടമായി ഒഴുകി വരുന്നത് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, അല്ലാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം നബിയെ, അല്ലാഹുവിനെ നിങ്ങൾ തഹ്മീദ് ചെയ്യണം നബിയെ, അല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിനെ താഴ്മ ചെയ്തുകൊണ്ട് ഒരു കൊച്ചു അടിമയായിട്ട് അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യണം നബിയെ. ഇത് ഉമ്മത്തിനുള്ളൊരു പാഠമാണ്. ഒരു തെറ്റ് പോലും ജീവിതകാലത്ത് ചെയ്യാത്ത മുത്ത് നബിയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ അടിമകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ വിഹരിച്ചു നടക്കുന്ന നമ്മൾക്കുള്ളൊരു പാഠമാണ്. അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് ഒരു തവണ പോലും വിളിച്ചു പറയാതെ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കാൻ നമ്മളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. നമ്മൾ സൂറത്തുൻ നസ്റിലേക്ക് കടക്കുമ്പോൾ സൂറത്തുൻ നസ്ർ മക്കം ഫത്ഹുമായി ബന്ധപ്പെട്ട ഒരു സൂറത്താണ്. അള്ളാഹുവിൻ്റെ റസൂല് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള ചരിത്രമാണ് അബൂലഹബിൻ്റെ ചരിത്രം. തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ, നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് തങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള കാരണവരായ മൂത്താപ്പയായ തന്നെ വിളിച്ചു പറയുമ്പോൾ ഇസ്ലാമിൻ്റെ തുടക്കകാലം മുതൽക്ക് തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഹബീബായ തങ്ങൾ അങ്ങനെ ജീവിതകാലം മുഴുവനും പ്രയാസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള കൽപ്പനയുണ്ടാവുകയാണ്. അങ്ങനെ മദീനയിലേക്ക് പോകുമ്പോഴും തുടരെ പിന്തുടർന്ന് വന്ന് ശത്രുക്കൾ ആക്രമിക്കുകയും അതിനുശേഷം മദീനയിലായിരുന്നാലും പ്രതിരോധത്തിൻ്റെ കാലഘട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂലിന് സംഭവിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം ഫത്ഹു മക്കയുടെ തൊട്ട് പിന്നിലായി സൂറത്തുൻ നസ്ർ അവതരിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയ്ക്ക് അല്ലാഹുവിൽ നിന്നുള്ള സഹായമുണ്ടാകുമ്പോൾ. എങ്ങനെയാണ് സഹായമുണ്ടായത്? 10,000-ഓളം സ്വഹാബാക്കൾ റമളാനിൻ്റെ പകലിൽ മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നോമ്പ് നോറ്റിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിന് ഭീതിയാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾക്കും ഭീതിയാണ്. അവർക്ക് പേടിയാണ്, പ്രതിരോധിക്കേണ്ടി വരുമോ? അല്ലാഹുവിൻ്റെ റസൂല് മലമുകളിൽ കയറി പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് നിങ്ങൾക്ക് നോമ്പ് മുറിക്കാം. അല്ലാഹുവിൻ്റെ റസൂല് നോമ്പ് തുറന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാക്കൾ എല്ലാവരും നോമ്പ് തുറന്ന് അങ്ങനെ മക്കയിലേക്ക് എത്തുന്നതിന് തൊട്ടു പിന്നിൽ അല്ലാഹുവിൻ്റെ റസൂല് ദൂതനയക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വരുന്നത് ആക്രമിക്കാനല്ല, ഞങ്ങൾക്ക് വേണ്ടത് മക്കം വിജയമാണ്, ഞങ്ങൾക്ക് വേണ്ടത് മക്കത്തേക്ക് പ്രവേശിക്കണം, മക്ക ഞങ്ങൾക്ക് വേണമെന്ന വലിയ ഒരു ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്.
പറയുന്നത്, നിങ്ങൾക്കടങ്ങാം, നിങ്ങൾക്ക് അവിടെ അടങ്ങി താമസിക്കാം. അങ്ങനെ മക്കയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, മൻ ദഖല മസ്ജിദൽ ഹറാം ഫഹുവ ആമിൻ. മസ്ജിദുൽ ഹറാമിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ സംരക്ഷിതനാണ്, അവനെ ആരും ഒന്നും ചെയ്യുകയില്ല. അതുപോലെ തന്നെ അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അവനും സംരക്ഷിതനാണ്. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒരു തവണ അടച്ചുപൂട്ടി അവിടെ താമസിക്കുകയാണെങ്കിൽ, പുറത്തിറങ്ങുന്നില്ല, ഒരെതിരും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അവിടെ സംരക്ഷിതരാണ്. ഇത് കേട്ട ഉടനെ അബൂ സുഫിയാന് മനം മാറ്റം വരികയാണ്. ഏറ്റവും കൂടുതൽ ശത്രുത വേണ്ടത് എന്നോടല്ലേ? ഞാനല്ലയോ ഹബീബായ തങ്ങളെ എത്രയും ആക്രമിച്ചത്? ഞാനല്ലയോ അങ്ങയോട് കണ്ണും മുന്നിലും പിന്നിലുമായി ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങിയത്? എന്നിട്ടും എന്നെ ഇത്ര പരിഗണിച്ചല്ലോ എന്ന് കരുതിക്കൊണ്ട് അബൂ സുഫിയാൻ ഇറങ്ങുകയാണ്. നേരെ പോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം. നേരെ അലി തങ്ങൾ പറയുകയാണ്, അബൂ സുഫിയാൻ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പാപം ഏറ്റുപറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോൾ നേരെ വിടുകയാണ് മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്. അങ്ങനെ പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപം ഏറ്റുപറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് സംരക്ഷണയുണ്ട്, മാത്രവുമല്ല അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഈ ഒരു വചനം കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയായി മാറാനുള്ള വലിയ ഭാഗ്യം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുകയാണ്. തീർന്നിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, വാങ്ക് കൊടുക്കൂ ബിലാലേ. അന്ന് വരെ മക്കം കാണാത്ത ഒരു വലിയ സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. കറുകറുത്ത ബിലാലിനെയാണ് മക്കത്ത് കഅബയുടെ മുകളിൽ വാങ്ക് കൊടുക്കാൻ വിളിക്കുന്നത്. ചരിത്രം മാറ്റിമറിക്കുകയാണ്, സംസ്കാരം മാറ്റിമറിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഉമ്മത്തിനെ മതം പഠിപ്പിക്കുകയാണ്. അങ്ങനെ തീർന്നിട്ടില്ല. പിന്നെ അതാ അള്ളാഹുവിൻ്റെ റസൂല് നോക്കുകയാണ്, അങ്ങ് ദൂരെ നോക്കുകയാണ്. ആരാണ് അവിടെയുള്ളത്? സ്വഹാബാക്കൾ അന്വേഷിക്കുകയാണ്. ആരെയാണ് അള്ളാഹുവിൻ്റെ റസൂല് നോക്കുന്നത്? ഖദീജ റളിയല്ലാഹു അൻഹാ. എന്തൊരു സ്നേഹമാണ് പ്രിയമുള്ളവരെ! 40 വയസ്സുള്ള ഇത്താത്തയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. 25 വയസ്സുകാരനായ ഹബീബായ തങ്ങളാണ് ഖദീജയെ കിട്ടിയത്. എന്നിട്ടോ വർഷങ്ങളിൽ നിന്ന് കഴിഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ റസൂല് നോക്കുകയാണ് അങ്ങ് ദൂരെ. എന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഖദീജോ, നമ്മളുടെ അവസ്ഥ എന്താണ് ഖദീജോ? നിങ്ങൾ അന്ന് എത്ര സഹായമാണ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? സമ്പത്ത് നൽകി ആരുമില്ലാത്ത സമയത്ത്, വഹി ഇറങ്ങിയ സമയത്ത്, ഇന്നക ലാ തഹ്മിലുൽ കല്ലാ, അങ്ങാരെയും ഒഴിവാക്കാത്തവരല്ലേ എന്ന വലിയ തങ്ങൾക്ക് ആശ്വാസമായി പകർന്നു നൽകിയ ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖദീജ ഇതിനല്ലയോ നീ സഹായിച്ചത്? ഖദീജ ഇതിനല്ലയോ നീ സഹായിച്ചത്? നിന്റെ സഹായം വിജയിച്ചിരിക്കുന്നു ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്ക മുഴുവനും കരയുകയാണ്. എന്തൊരു സ്നേഹമാണ് പ്രിയമുള്ളവരെ! അല്ലാഹു തആല നമ്മളെയൊക്കെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.